നേരത്തെ എള്ളും കൊണ്ട് ഒരു ബോൾ കാണിച്ചായിരുന്നു, ഒരു ഹെൽത്തി ബോൾ ഞാൻ നേരത്തെ അമ്മ ശുചികളിൽ കാണിച്ചിരുന്നു. ഇതിപ്പോൾ ഉണ്ടല്ലോ ഒരു ചോക്ലേറ്റ് ആണ്, ചോക്ലേറ്റ് ബാറാണ്. ഭയങ്കര ടേസ്റ്റിയാണ്, കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബാറാണ്. എല്ലാവർക്കും കഴിക്കാം കേട്ടോ. ഇത് ഒരു പീസ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കേണ്ട കാര്യമില്ല. അത്രയും ഹെൽത്തി ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ബാറാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഒരു കപ്പ് ഓട്സാണ്. ഇതൊന്ന് വറുത്തെടുക്കണേ. നമുക്കൊന്ന് പൊടിക്കുന്നുണ്ടല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് അത് പൊടിഞ്ഞ് ആ ചോക്ലേറ്റിലേക്ക് നമുക്ക് ഇങ്ങനെ കഴിക്കാൻ കിട്ടണമല്ലോ, പച്ചച്ചോവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കേണ്ടത്. അത് കണ്ടില്ലേ, ഇതുപോലെ ആ കളറൊക്കെ ഒന്ന് മാറി ഇങ്ങനെ എടുത്ത് ഞെരടുമ്പോഴത്തേക്കും ഇതുപോലെ പൊടിഞ്ഞ് കിട്ടണം, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അതുപോലെ ഒന്ന് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതാ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, മേടിക്കാൻ കിട്ടും, കടയിലൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ ഡാർക്ക് ചോക്ലേറ്റ്. ഏതെങ്കിലും കമ്പനിയുടെ ഡാർക്ക് ചോക്ലേറ്റ് എടുത്താൽ മതി. അതൊന്ന് ഉരുക്കിയെടുക്കണം. ചോക്ലേറ്റ് നല്ലതല്ലെങ്കിൽ കറക്റ്റായിട്ട് ഉരുകി കിട്ടത്തില്ല കേട്ടോ, എനിക്കങ്ങനെ പറ്റി. അപ്പോൾ അത് നല്ല ഉരുക്കി നല്ല ലിക്വിഡി ആയിട്ട് എടുക്കുക. എന്നിട്ട് അത് ഉരുകി വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഡബിൾ ബോയിലിംഗ് ചെയ്യട്ടെ, കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് വെച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ ഉരുകി വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക. നല്ല ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ഗ്ലേസിങ് നമ്മളിത് ചോക്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാ ഈ ഓട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഒത്തിരി നമ്മളങ്ങ് പൊടിയാക്കുന്നില്ല, പക്ഷേ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്യണം. ഇങ്ങനെ തന്നെ കടിക്കുമ്പോൾ ഒരു സുഖമില്ല. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഈന്തപ്പഴമാണ്, ഡേറ്റ്സ്. അതൊരു കുരുവൊക്കെ കളഞ്ഞ് ഒരു അര കപ്പോളം ചേർക്കാം കേട്ടോ. പിന്നെ ഇത് കണ്ട പീനട്ട് ബട്ടറാണ്, അതൊരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഒന്ന് കുഴഞ്ഞ് കിട്ടുന്ന പോലെ കേട്ടോ, കണക്കനുസരിച്ചിട്ട്. അതിന് പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല, ഇഷ്ടം പോലെ ചേർക്കാം. അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആവാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതുപോലെ കുഴഞ്ഞ് കിട്ടും കേട്ടോ. ഇപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമേ. അപ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പീനട്ട് ബട്ടറും കൂടെ ചേർത്ത് അങ്ങ് ക്രഷ് ചെയ്തോളൂ കേട്ടോ. ഈന്തപ്പഴം ഉള്ളതുകൊണ്ട് ശരിക്കും കുഴഞ്ഞ് കിട്ടുമേ. ഈന്തപ്പഴം ഉണ്ട്, അപ്പോൾ ഓട്സ് ഒന്ന് ക്രഷ് ചെയ്തു, ഈന്തപ്പഴം ചേർത്തു, അതിൻ്റെ കൂടെ പീനട്ട് ബട്ടറും കൂടെ ചേർത്തു കേട്ടോ. ഇനി ഞാനിത് കണ്ടോ ഒരു ട്രെയിലേക്ക് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ആ ക്രഷ് ചെയ്തെടുത്ത സംഭവം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാണ്. എന്ത് പെട്ടെന്ന കാര്യം കഴിഞ്ഞെന്ന് നോക്കിയേ. കുറച്ച് നിലക്കടല വറുത്തതാണ്, അതും ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നല്ല ലിക്വിഡി ആയിട്ടുള്ള ചോക്ലേറ്റ് ആണെങ്കിലാണ് കുറച്ച് ഇതായിട്ട് കിട്ടുക കേട്ടോ. കടല നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചോക്ലേറ്റ് ഉരുകി വന്നപ്പോഴത്തേക്കും ഒരു കറക്റ്റായിട്ട് കൺസിസ്റ്റൻസി കിട്ടിയില്ല, എന്നാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. എങ്ങനെയാണെങ്കിലും നമുക്ക് ബാറായിട്ട് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ നല്ലപോലെ കുറച്ച് എയർ ഇട്ടിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളും. നല്ല ചോക്ലേറ്റ് ആണെങ്കിൽ നമുക്ക് ഒഴിച്ചാൽ മതി, മേളിലോട്ട് അങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ അത്രയും അതല്ലാത്തത് കൊണ്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലെയൊക്കെ ഇരിക്കുമല്ലോ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ എടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇത്രേ വേണ്ടൂ. ഇനി ഒരു 4-5 മണിക്കൂർ വെച്ചേക്കുക, അപ്പോഴത്തേക്ക് ഇതെല്ലാം കട്ടയായിട്ട് വരും. വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. ഒരു 2 മണിക്കൂറൊക്കെ വെച്ചാൽ മതി, താഴെ വെച്ചാൽ മതി, ഫ്രീസറിലൊന്നും വെക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തോളുക, കഴിച്ചോളുക. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ രാവിലെ ഇതൊരെണ്ണം കഴിച്ചിട്ട് പോയത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉണ്ട്, നട്ട്സ്, പീനട്ടുണ്ട്, അതിൻ്റെ കൂടെ ഈന്തപ്പഴം ഉണ്ട്, എല്ലാം കൂടെ ചേർന്നതായതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റി ചോക്ലേറ്റ് ആണ്, അടിപൊളി ചോക്ലേറ്റ് ബാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ല കേട്ടോ. എല്ലാ വീഡിയോയിലും എങ്ങനെയാണ് പറയുന്നതെന്നോർത്താ പറയാതിരുന്നത്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ല കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ.